കോമഡി ദർബാറിലെ ഓണാഘോഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ദർബാറിലേക്ക് വീണ്ടും സ്വാഗതം. എന്താ പറ്റിയത്? ഈ ബാർ ബാർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സാധനവുമില്ല, ഒരു ടച്ചിങ് സ്റ്റോറും ഇല്ല. പോയി ഇരിക്കടോ, വെറും ബാറല്ല, കോമഡി ദർബാർ. ചേച്ചി എന്താ പറ്റിയത്? എന്താ ആരും അനങ്ങുന്നില്ലല്ലോ? അതെ, വേറെ ഒന്നുകൊണ്ടല്ല, മാവേലിത്തമ്പുരാൻ വന്നില്ലല്ലോ, അതിന്റെ ഒരു വിഷമം. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴേ നല്ല സന്തോഷം, സമാധാനം, ഒരു ഉന്മേഷം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? മാവേലിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യും? നമുക്കൊരു പാട്ട് പാടിയല്ലോ. ഏത് പാട്ടാ വേണ്ടത്? മാവേലിയെ കൊണ്ടുവരണമെങ്കിൽ മറ്റേ പാട്ടേ പാടിയിട്ട് കാര്യം. ഇവിടെ ഇരിപ്പുണ്ടാവും. മാവേലിയെ കൊണ്ടുവരണമെങ്കിലേ മറ്റേ പാട്ട് പാടിയാലേ നടക്കുള്ളൂ. മറ്റേ പാട്ടാ? ഏത് പാട്ട്? മാവേലി വരുന്നതിന്റെ ഒരു സ്ഥിരം പാട്ടുണ്ട്, ആ ഒരൊറ്റ പാട്ടാണ് ശരിക്കും മാവേലിയുടെ വരവും ഓണത്തിന്റെയും ആ ഒരു ഇത്. എല്ലാവരും സദ്യം പായസമൊക്കെ കുടിച്ചിട്ട് ആകെ ഉറക്കത്തിലാണ്. എന്നിട്ട് ഹലോ, ആ പാട്ട് പാടിയാ, ഓണപ്പാട്ട് മാവേലി. മാവേലിയുടെ പാട്ടല്ലേ? ശ്രുതിയാണത്. അല്ല, എത്രക്ക് പാടണം? 2:30 പാടണം, 6:00 പോവാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എന്നോളമില്ല പൊളിവചനം. മാവേലി ഇത് എവിടെ പോയിരിക്കുന്നു? ഇത് കണ്ട, മാവേലി ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വാമനം കയറിയിരിക്കും എന്ന് പറയുന്നത് ഇത് കൊണ്ടാണ്. എന്നെ വാമനാന്ന് വിളിച്ചാണ്ടല്ലോ, പിന്നെ ഞാൻ ചവിട്ടി താഴ്ത്തി. പിന്നെ ക്രിസ്മസിനെ ഇവിടെ വരാൻ പറ്റും. ഓണത്തിനല്ലേ സാധാരണ വരാറ്? ഓണത്തിന് എന്തായാലും ഈ പുള്ളി വരുമല്ലോ. നീ എന്തായാലും ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്മസിന് വന്നാൽ മതി. അപ്പോഴേ ഇതിനൊന്നും എടുത്ത് പൊക്കി അവിടെ ആരും വെക്കും? അല്ല, ഞാനിപ്പോ എങ്ങനെ കേറുന്നാണ്? എത്തിപ്പോയി. എടുത്ത് കസേരയിൽ വെക്കുന്നതിന് പൈസ ഒന്നും തരണ്ട. ഇതിന് കാശ് വെച്ചാൽ കിട്ടൂല്ലോ. വേണ്ട, അതൊക്കെ എന്റെ ഫ്രീ. എന്തായാലും ഈ മുതലിനെ കൊണ്ട് എനിക്കിപ്പോ ഒരു ഉപകാരം ഉണ്ടായി. അല്ലെ മഹാബലി, ഇത് എവിടെയായിരുന്നു? ഞാൻ കേരളത്തിലെ എൻ്റെ പ്രജകൾക്ക് ദർശനമേകാൻ പോയതാണ്. ഓ, എങ്ങനെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇനി ഈ കേരളത്തിൽ വരുമ്പോൾ ഞാൻ ഹിന്ദിയും ഈ ഇപ്പോൾ പുതിയ ജോലിക്കാരുണ്ടല്ലോ ബംഗാളിയും മറ്റു ഭാഷകളും പഠിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. ആരടുത്ത് എന്ത് പറയണം, എന്ത് ചോദിക്കണം, ഞാൻ പറയുന്നതല്ല അവരിങ്ങോട്ട് പറയും. കേരളത്തിന്റെ പേര് മാറ്റി ബംഗാളം എന്ന് വരെ ഇടണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയാവും. നമ്മുടെ മലയാളികളല്ലേ, എല്ലാം നമ്മുടെ കയ്യിൽ തരണം. ഓക്കെ, അപ്പൊ മാവേലി തമ്പുരാൻ ആകെ വിഷമത്തിലാണ്. ഈ തമ്പുരാന്റെ വിഷമം മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്ന് എല്ലാരും വന്ന് പലരും പല പരിപാടി ചെയ്തു. പക്ഷെ എനിക്കും എന്റെ ടീമിനും ഒരു പരിപാടിയുള്ള അവസരം എനിക്ക് ഇവിടെ തരണം. അത് ഉടായ്പല്ലെന്ന് ഞാൻ മനസ്സിൽ തട്ടി പറയാൻ. എല്ലാരും പരിപാടി ഞാൻ കണ്ടു. അല്ല, ഇവർക്ക് പറ്റിയതെന്ന് തെങ്ങും തൊപ്പും വയലും ഒക്കെ, വയലിന്റെ കരക്കും. ചാൻസ് തരാം. ആദ്യത്തെ അവസാനത്തെ ചാൻസ് അടിച്ച് തകർത്താൽ ഇനിയും ചാൻസ് തന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിച്ചു പൊളിക്കുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? കളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടോ? എന്റെ ഒരു 3-4 സുഹൃത്തുക്കളുണ്ട്. ആരൊക്കെ ഉണ്ട്? ആദ്യം കണ്ടോ, കിരണുണ്ട്, ജിഷയുണ്ട്, പിന്നെ വേറെ എന്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കും. അപ്പൊ പെട്ടെന്ന് എത്തണം. തങ്കച്ചൻ നമ്മുടെ ഗ്രൂപ്പാണോ, വലിയ ടീമാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും 2 സൈഡിൽ നിൽക്കുന്ന പുള്ളിയാണ്. അപ്പൊ നമ്മളുടെ ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് വേണം. എത്ര കുടിയനായാലും ഒരു കലാഹൃദയം ഉറങ്ങി കിടപ്പുണ്ട്. ജഗദീഷ് പ്രസാദിന് ഈ ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണ്? എനിക്ക് ചിക്കൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ചിക്കന് പകരം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ അവിയലാണ്. രഞ്ജിത്തിന് ഇപ്പൊ ഈ സദ്യയുടെ കാര്യം പറയും. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഞാനും അച്ഛനും കൂടെ മലക്കറിയൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ബസ്സിൽ പോവാണ്. ബസ്സിൽ പോയിട്ട് ബസ്സിൽ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഒരു 500 രൂപ ഇങ്ങനെ കിടക്കും. പതുക്കെ കാലെടുത്ത് വെച്ചു, നമ്മുടെ സ്വഭാവമാണല്ലോ, ഇങ്ങനെ എടുത്ത് വെച്ചു. അച്ഛൻ എന്തുവാ? ഞാൻ പറയും 500 രൂപ കിടക്കുന്നു, പതുക്കെ ഇനി എടുക്കാം. എക്സ്ക്യൂസ് മീ കണ്ടക്ടർ, പ്ലീസ് കം. ഇതേതോ ഒരു പാവപ്പെട്ടവന്റെ പൈസ വെച്ചോളൂ. ഓക്കെ, ഞങ്ങള് കൊട്ടാരക്കര ഇറങ്ങി മലക്കറിയൊക്കെ മേടിച്ച് എത്രയായി? 350 രൂപ. ഓക്കെ. അയ്യോ എടാ, എന്റെ 500 രൂപ. പിന്നെ അവസാനം എന്റെ കയ്യിലെ കണ്ട തക്കാൻ പറ്റിയിരിപ്പുണ്ട്, അത് കൊടുത്ത് അല്ലെങ്കിൽ മലക്കരക്കാരെ തട്ടിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാമ്പാർ. സാമ്പാർ ഇഷ്ടപ്പെടാൻ കാരണം അത് കുടിക്കാൻ കൊള്ളാം.
അതിൻ്റെ അകത്ത് കഷ്ണങ്ങളുണ്ട്, തീയലിന് വേണ്ടി പോകുന്നുണ്ട്, മുരുകക്കുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്, അവിയൽ പോലെ. ഇപ്പൊ പക്രുവിന് എന്താണ് ഇഷ്ടം? ഏത് വിഭവമാണ് ഇഷ്ടം? ഈ ഉത്സവപ്പറമ്പിൽ ചില പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഈ പണ്ട് അമ്പലത്തിൽ നിന്ന് ചോറ് കിട്ടത്തില്ലേ, ആ സമയത്ത് ഈ സാമ്പാറിനകത്ത് ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ മിക്കവാറും ആ സാമ്പാർ ഒഴിക്കുമ്പോൾ മാറി വെക്കും, കാരണം മലവെള്ളത്തിൽ ഒഴിച്ചു പോകണ്ടല്ലോ. പക്ഷെ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ഓണസദ്യ വിളമ്പുന്ന സമയത്ത് ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. മിക്കവാറും നമ്മളിൽ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആളുകളും ഉപ്പേരിയിലായിരിക്കും ചിലപ്പോൾ കൈവയ്ക്കുന്നത്. എനിക്ക് ഉപ്പേരി ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഓണസദ്യയിൽ നമ്മുടെ പച്ചടി എന്ന് പറയുന്ന സാധനമുണ്ട്. മധുരം, അതായത് ഈ പ്രത്യേകിച്ച് കോട്ടയം സൈഡിലൊക്കെ കുറച്ച് മധുരമൊക്കെ കൂട്ടി മധുരത്തിന് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അല്ല, ഇപ്പൊ സാധാരണ വാഴല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാവും ഏകദേശം. അപ്പൊ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ പോകാൻ നീ അങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ച് പോകും. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഓണസദ്യ ഒന്നിച്ചുണ്ടിട്ടുള്ള ആളാണ്. എന്നിട്ട് അവനൊരു സ്ഥലം കിട്ടിയപ്പോ അവിടെ എന്നെ ഒന്ന് കിടത്താൻ. അഞ്ജന, സദ്യയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ എല്ലാ വിഭവം ആസ്വദിച്ച് കഴിക്കും. കണ്ടാലറിയാലോ. അതെ, ക്ലീൻ ആക്കി വെക്കുകയല്ല. പിന്നെ മെയിൻ ആയിട്ട് മധുരപ്പച്ചടി. അതെ, നീ ഇന്നലെ തിരക്ക് പിടിച്ച് പോകണ്ടല്ലേ പായസത്തിന്റെ സാധനങ്ങൾ മേടിക്കാൻ, അതിന് വെച്ചോ? അല്ലല്ല, ഈ ഓണത്തിന്റെ സദ്യ എന്ന് പറയുമ്പോ നമ്മ പച്ചടി, കിച്ചടി അല്ലെങ്കിൽ അവേലി, തോരൻ ഇതല്ല, പപ്പടം, പഴം, പായസം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം പായസത്തിന് പോയത്. കാരണം പായസം എൻഡിൽ കഴിച്ചാൽ മാത്രമേ ഒരു സദ്യ ആവുള്ളൂ, അല്ലെ? സമൃദ്ധമായ ഒരു സദ്യ. ലാസ്റ്റ് അവസാനം ഒരു ശകലം നാരങ്ങ